എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ഒരു അടിപൊളി യാത്ര. എന്താ മനോജെ? മസനഗുഡി ടു ഊട്ടി, ഒരു വൺ ഡേ ടൂർ. ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ഏകദേശം ഞങ്ങൾ 4 മണിയാകുമ്പോഴാണ് യാത്ര തുടങ്ങിയത് നാട്ടിൽ നിന്ന്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. ദീപം സ്വയം സഹായ സംഘം എന്നൊരു അയൽക്കൂട്ടത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ. ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്യാങ് യാത്ര തുടരുകയാണ്. മസനഗുഡി വഴി ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഊട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ നിർത്തിയതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഏകദേശം ഇപ്പോൾ ഒരു 7-7:15 അങ്ങനെയാണ് ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഭക്ഷണം കഴിച്ചു, വാഹനത്തിൽ കയറുകയാണ്, യാത്ര തുടങ്ങുകയാണ്. അതിനു മുന്നേ നമ്മൾ രാത്രി ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. തലേന്ന് രാത്രിയാണ് കേട്ടത്. നമ്മളെ കമ്മിറ്റി മെമ്പർ രതീഷിൻ്റെ വീട്ടിൽ വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ ഭണ്ഡാരിയാണിത്. നമ്മുടെ സംഘത്തിൽപ്പെടുന്ന ആൾ തന്നെയാണ്. ഉപ്പുട്ടൻ അടിപൊളി പാചകമാണ്. മലക്കറാന്ന് വിട്ടുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഭക്ഷണം പാകം. ഇപ്പോൾ ഏകദേശം ഒരു രാത്രി 11 മണിയായിട്ടുണ്ട്. ഭക്ഷണം ഏകദേശം റെഡി ആയിട്ടുണ്ട്. രതീഷിൻ്റെ വീട്ടിലെ അടുക്കള മനോജാണ് കൈകാര്യം ചെയ്യുന്നത്. ഭണ്ഡാരി നല്ല ശ്രദ്ധയിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ യാത്ര തുടങ്ങി. ഒന്ന് ഉറങ്ങുന്ന വരെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പുലച്ചയ്ക്ക് 4 മണിക്കല്ലേ ഞങ്ങൾ എണീറ്റത് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ യാത്ര ആരംഭിച്ചു. ഏകദേശം വഴിക്കടവ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങനെ മസനഗുഡി വഴി പോവേണ്ടിയിരിക്കാൻ നല്ല കോടമഞ്ഞുണ്ട്. രാവിലെ തന്നെയാണ്. മസനഗുഡി ആ റൂട്ടിലേക്ക് കയറുകയാണ്. വഴി നീളെ മാൻകൂട്ടം, നല്ല കാപ്പിത്തോട്ടം കാണുന്നു. അതുപോലെ മാൻകൂട്ടങ്ങളെ കണ്ടു. അതേമാതിരി കാട്ടുപോത്ത്, ആന, അങ്ങനെ കുറേ മൃഗങ്ങളെ കണ്ടിട്ട്. രാവിലെ ആയതുകൊണ്ട് യാത്ര രാവിലെ ആയിരുന്നു, അതുകൊണ്ടാണ് കണ്ടത്. വഴി നീളുണ്ടായിരുന്നു മാൻകൂട്ടങ്ങൾ. ഒരു 6-7 മാൻകൂട്ടങ്ങളെ കണ്ടു. വീഡിയോ ലോങ് ആയതുകൊണ്ട് ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. നല്ല സന്തോഷപ്രദമായൊരു യാത്രയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പല പ്രായക്കാരാണെങ്കിലും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു യാത്രയിൽ. നിങ്ങളെ വാട്ടവും കൂത്തുമായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ്. വൈകുന്നേരം രാത്രിയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്താവുന്ന രീതിയിലുള്ള യാത്ര. അടുത്ത് മാൻകൂട്ടത്തെ അടുത്ത് കണ്ടപ്പോൾ ഡ്രൈവറോട് വണ്ടി ഒന്ന് ഒതുക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ റൂട്ടിന് തന്നെ പോകണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല കാഴ്ചകൾ കണ്ട് തന്നെ യാത്ര ചെയ്യാം. അങ്ങനെ ഡ്രൈവറും പകർത്തി കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ ആയിട്ട്. കൂടുതൽ നേരം നമുക്ക് ഈ റോട്ടിൽ നിർത്താൻ പാടില്ല വണ്ടി. പാർക്കിംഗ് ഇല്ല ആ ഏരിയയിൽ. നോ പാർക്കിംഗ് ഏരിയയാണ്. നമ്മൾ ഏകദേശം ചുരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 36 പിൻവളവുകളുള്ള ചുരമാണ്. നല്ല ഡേഞ്ചറായ കയറ്റങ്ങളാണ് കേട്ടോ ചുരം മൊത്തമായിട്ട്. ഏകദേശം ചുരത്തിൻ്റെ അടിഭാഗമാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്ന മലയ്ക്ക് അപ്പുറത്തെത്തണം നമുക്ക്. ചുരം കയറി 2ാമത്തെ വളവ് തിരിഞ്ഞു. ഇതുപോലത്തെ 36 പിൻവളവുകളുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ഡേഞ്ചർ കയറ്റാണ്. നമ്മൾ വണ്ടീൻ്റെ ബാക്കിലിരുന്ന് താഴത്തോട്ട് നോക്കിയാൽ നമുക്ക് തന്നെ പേടിയാവും. ആ കാണുന്ന മലേൻ്റെ അപ്പുറമാണ് ഊട്ടി. ഏകദേശം 4 വീൽ വണ്ടികളൊക്കെ തൊഴിലാളികളെയും കൊണ്ട് കയറി പോകുന്നുണ്ട്. നമ്മളിത് ഏകദേശം മുകളിലെത്തിയാലേ ആ എയർപിൻ വളവ് കാണുള്ളൂ. ബൈക്കിലാകുമ്പോൾ നമുക്ക് യാത്ര ഒന്നും കൂടെ ഇത് ഫുള്ള് ക്ലിയറായിട്ട് കാണാമായിരുന്നു എയർപിൻ വളവുകൾ. അത് ആ മലേൻ്റെ ചെരിവ് കണ്ടില്ലേ? ആ ചെരുവിലൊക്കെ അവർ വീട് നിർമ്മിച്ചിട്ടുണ്ട്.
ഇനി നമ്മുടെ മാനേട്ടൻ്റെ പാട്ടാണ് കേട്ടോ അടുത്തതായിട്ട്. രാമനാഥൻ അടിപൊളി പാട്ടുകാരനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. പാട്ട് കേൾക്കൂ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കുന്നാളുകൾ ഇവിടെയെന്നിറവിയൊന്നായിത്തുകൾ മന്ത്രണം ഇലകൾ മൂടിയ മർമ്മരം ഇലകൾ പാടിയ പാടുകൾ ഗ്രാമീണന്റെ ഉയർച്ചയിലൂടെ നാടിൻ മോക്ഷം കണ്ടവർ നാം. ഗ്രാമങ്ങളിലെ ജീവിക്കുന്നു ഭാരതമെന്നു പറഞ്ഞവർ. ഇന്ത്യയിലെന്നും പിന്നിൽ കഴിയും 5.5 ലക്ഷം ഗ്രാമങ്ങൾ. ഒന്നൻ കൂടെ വരാമോ കാണാം നമ്മുടെ ഗ്രാമവിശേഷങ്ങൾ. എന്നിട്ടൊന്ന് പറഞ്ഞു തരൂ നാം എന്തേ നേടിയതിതുവരെയും. പുകയില പോലെ വാടിക്കരിഞ്ഞ തൊഴിലാളികളെ കണ്ടില്ലേ? വയലേലകൾ തെങ്ങിൻ തോപ്പിൽ നിഴലുകൾ പോലവർ നീങ്ങുന്നു. 60-ലേറെ വയസ്സായി വിശ്രമമറിയാത്തവനാണയ്യപ്പൻ. എത്ര വയസ്സു തികഞ്ഞെന്നിനിയും നിശ്ചയമില്ല ചാത്തപ്പൻ. ആയുർദൈർഘ്യതിച്ചു മരണക്കുറവാരോഗ്യസ്ഥിതി സാക്ഷരത ഇവയിൽ വികസിത രാജ്യങ്ങൾക്ക് സമമായി നിൽപ്പതു നാം മാത്രം. ഒക്കെ ശരിയാണൊരു വശമാണിത് മറ്റൊരു വശമോ ദയനീയം. ഒക്കെ ശരിയാണൊരു വശമാണിത് മറ്റൊരു വശമോ ദയനീയം. ഭക്ഷണമന്നൽ തന്നില്ലെങ്കിൽ പട്ടിണിയല്ലോ മലയാളം. ഭക്ഷണമന്നർ തന്നില്ലെങ്കിൽ പട്ടിണിയല്ലോ മലയാളം. ഗ്രാമങ്ങളിലെ ജീവിക്കുന്നു ഭാരതമെന്നു പറഞ്ഞവർ നാം. ഗ്രാമീണന്റെ ഉയർച്ചയിലൂടെ നാടിൻ മോക്ഷം കണ്ടവർ നാം. നാടിൻ മോക്ഷം കണ്ടവർ നാം. നമ്മൾ നിൽക്കുന്ന ഒരു ചായപ്പൊടീൻ്റെ കമ്പനിയിലാണ് കേട്ടോ. അപ്പോൾ അതെ ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. എത്ര ടിക്കറ്റ്? എത്ര ടിക്കറ്റ്? 10 റുപ്യ അല്ലേ? 10 റുപ്യ ടിക്കറ്റ്. ഒരാൾക്ക് 10 റുപ്യ കേട്ടോ ടിക്കറ്റ്. നമ്മൾ അകത്തേക്കാണിത്, കൗണ്ടറാണിത്. അകത്തേക്ക് കയറാം, നോക്കാം. 10 റുപ്യ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിൽ കയറി. അതിനകത്തേക്കാണോ നടന്നുകൊണ്ടിരിക്കുകയാണ്? ഇലയാണത് കണ്ടോ? ഇതാണ് നമ്മളെ മിഷനറികൾ. മൊത്തം അരക്കിയാണ് മിഷനറി. നമുക്കൊന്ന് വിശദമായിട്ട് അപ്പുറത്ത് കൂടെ പോയി കാണാം. അവിടുന്ന് ഇല പൊടിച്ച് ഇതുവരെ ചൂടാക്കി ഇങ്ങനെ വന്നിട്ട് ഇവിടെ തരിക്കുകയാണ്. ഓരോ സൈസാക്കിയാണ് തരിച്ചെടുക്കുകയാണ്. അതതിന് ശേഷം ഇവിടെ പോയിട്ട് താഴെ പാക്കിംഗ് സെക്ഷനാണ്. പൊടി ക്ലിയറായി വന്നുകൊണ്ടിരിക്കുകയാണ്.
അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുണ്ടോ ഒരു കാരണത്താൽ ഉള്ളിൽ കയറ്റാതിരിക്കുകയാണ് അപ്പോൾ പൊടി പാക്കാക്കി വെച്ചിട്ടുണ്ട്. We have 3 sophisticated manufacturing units where quality tea. ഒരുത്തം ഔഷധം കൂടിയാണ് എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. കാരണം ഇപ്പോൾ താഴെ എല്ലാ ഗർഭങ്ങളെയും കണ്ട് താമസത്തെ പേരിൽ താഴെ 5 ലക്ഷം രൂപ വാങ്ങുകയും കാരണം ഈ കണക്ഷൻ ഞാൻ പറഞ്ഞു കാരണം തുടർ യാത്ര പലരും വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടായി ഞാൻ ഹൃദയമായി ആശംസിക്കുകയാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട്. ചോക്ലേറ്റിൻ്റെ ഇതാണ്. പലതരം ചോക്ലേറ്റുകൾ ഉണ്ടാക്കി പാക്കാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പുറത്ത് കാണുന്നത് ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റ് സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഈ വീഡിയോയുടെ അവസാനം ഒരു സെൽഫി കേട്ടോ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു സെൽഫി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.